ഹലോ രാധേ രാധേ സുഖല്ല എല്ലാവർക്കും. അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ ആണ്. ഇന്ന് ഹോളിക്ക് വകമായിട്ട് പപ്പടം ഉണ്ടാക്കാണ് ഞങ്ങളെ വീട്ടില്. അപ്പോ അത് കാണിച്ചരങ്ങൾക്ക് ഹോളിന്റെ ഇവിടെ പപ്പടം എങ്ങനെ ഉണ്ടാക്കുക, പിന്നെ ഹോളിന്റെ സ്പെഷ്യൽ ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ. അപ്പൊ ഇത് ബോയിൽ ചെയ്ത കേങ്ങാണ്. ബോയിൽ ചെയ്തത് എന്തൊക്കെ ഒരു 6 കിലോന്റെ അടുത്തുണ്ടാവും. ഈ ചെമ്പില് ഇവിടെയും അവിടെ ഒക്കെ 6 കിലോന്റെ അടുത്തുണ്ടാവും പപ്പടം. ഇതില് മുളക് പൊടി, ഉപ്പും പിന്നെ മല്ലിച്ചപ്പാണ് ഈ ബോയിൽ ചെയ്ത പൊട്ടാറ്റോയില്. ഇതൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്യും ഒന്നായിട്ട്. ഇതില് മല്ലിച്ചപ്പ്, മുളക് പൊടി, ഉപ്പും പിന്നെ കുരുമുളക് പൊടിയും ഒക്കെ ചേർത്തിട്ട് ഇങ്ങനെ നല്ലപോക്ക് കുഴച്ച് മിക്സ് ആക്കി പിന്നെ വെളിച്ചെണ്ണ എടുത്തിന് ഇനി മുകളില് പോയി പരത്തണത്. डबल की वजह से इसमें गैस बढ़ रही है। कुछ नहीं है, ऊपर बैठ गया ना कर रहे। ओए बाबू इसको हटा नो हटाओ बाबू हटाओ पन्नी की नहीं नो वहां पे पापड़ बिछेगी, पैर नहीं रखो। भारी पत्थर उठा लिया। बीच में रखो बीच में नहीं तो पापड़ बन जाएगा। हाँ तो अपने सही बनाओ उड़सा में पूरी पूरी खोलो फिर इसमें डालो डालो इसमें ला ना मैं चिपक कर समेट दिया ना तेल लगा के ला बाबू दे दो नहीं बोलो दादी से मांग ले बनाओ दादी क्या दादी ले ना पेगो 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 ले ले बाबू एक बार बस 1 किलो इसमें लगाना नाम हो जाएगा कौन सी बनी वो बनी है हाँ फेंको फेंको बिगाड़ कर लो അപ്പോ സമയം ഉച്ചയായി. ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പണിയൊക്കെ കഴിഞ്ഞ് പിന്നെ രാവിലെ പപ്പടമൊക്കെ ഉണ്ടാക്കി. പപ്പടമൊക്കെ ഞാൻ കുറച്ചുണ്ടാക്കിയിട്ടുള്ളൂ, എനിക്ക് അറിയില്ലായിരുന്നു ഉണ്ടാക്കാന്. ഇവിടെ എന്റെ ആദ്യത്തെ ഹോളി ആയോണ്ട് എനിക്ക് അറിയില്ല ഇതൊക്കെ ഉണ്ടാക്കാൻ. അപ്പോ വീട്ടിലത്തോരന്നെ എല്ലാരും ചെയ്തത്. ഞാൻ ജസ്റ്റ് കുറച്ച് സഹായിച്ചു കൊടുത്തവർക്ക്. പിന്നെ അങ്ങനെ പിന്നെ പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. മക്കളൊക്കെ ഉള്ളതുകൊണ്ട് ഓരെ നോക്കാനൊക്കെ ഓരിങ്ങനെ പണി ചെയ്യുമ്പോ ഞാനാണ് കുട്ടികളൊക്കെ എടുത്തത്. പിന്നെ മുകളിൽ നിന്ന് വീഡിയോ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ പപ്പടത്തിന്റെ ഫുൾ വീഡിയോ കാണിച്ചു തരാത്തത്. കാരണം ഞാൻ എടുത്തിട്ടില്ല.
എടുക്കാൻ കഴിയാത്തോണ്ട്. അപ്പൊ എല്ലാവർക്കും സോറി. എനിക്കിപ്പോ എന്താണ് സമയം ഉച്ചയായി, അപ്പോ 2 മണിയായി. ഇനിയിപ്പോ മോളെ മാറ്റി കൊടുക്കാണ്ട്, മോളെ മാറ്റി കൊടുക്കാണ്ട്. പിന്നെ ഇപ്പൊ തണുപ്പാണ് ഇവിടെ, അപ്പൊ കുട്ടികളെ ഡെയിലി കുളിപ്പിക്കുമ്പോ പ്രോബ്ലം ആവും. അപ്പൊ ഓരോ ജസ്റ്റ് തുണി നനപ്പിച്ചിട്ട് അങ്ങനെ തുടച്ചു കൊടുക്കലും, പിന്നെ ഇടയ്ക്കാണ് കുളിപ്പിക്കുക. ഈ 3 ദിവസം 4 ദിവസം ഗ്യാപ്പ് ചെയ്തിട്ടാണ് കുളിപ്പിക്കല് ഇവിടെ. പിന്നെ എന്താണ് മോളെ മാറ്റി കൊടുക്കാണ്ട്, പിന്നെ റൂം ക്ലീൻ ആക്കാണ്ട്. അപ്പൊ അത് ചെയ്യണം. ഇപ്പൊ റൂം ക്ലീൻ ആക്കാൻ പോവാണ്. I don't know. അയ്യോ, ഞാൻ തുണി നനയ്ക്കാൻ പോകുമ്പോഴേക്ക് മോള് ഒറ്റയ്ക്ക് ഇറങ്ങാൻ നിന്നേ. ദൈവമേ. അപ്പൊ ഇപ്പൊ വൈകുന്നേരമായി, ചായ ഉണ്ടാക്കുന്ന സമയമായി. അപ്പൊ ചായ ഉണ്ടാക്കാൻ പോവാണ്. യെസ്. ഈ निकलने वाली है. दीदी नहीं है, दीदी अभी आएगी. हाँ,
നോർത്ത് ഇന്ത്യൻ്റെ ചായൻ്റെ ടേസ്റ്റ് ഏലക്കായ് പിന്നെ ഇഞ്ചിയാണ്. പിന്നെ ഇഞ്ചി ചായക്ക്. ഞാൻ ഉണ്ടാക്കിയ സ്പെഷ്യൽ ചായ. താങ്ക് യു. അങ്ങനെ രാത്രിത്തെ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞ് ഇനി പാത്രം കഴുകാണ്ട്. ഞങ്ങളിവിടെ ആണെങ്കിൽ ആരെങ്കിലും ഗസ്റ്റ് വരുമ്പോൾ അപ്പോൾ ഇങ്ങനെയാണ് സംഭവം. ഗസ്റ്റ് ചെയർമേലും പിന്നെ നമ്മളെ വീട്ടിലത്തോരൊക്കെ എന്താണ് താഴെ ഇരിക്കുക, അങ്ങനെയാണ് ചെയ്യുക. എൻ്റെ അമ്മ മരുമോളാണ്, അപ്പം അങ്ങനെ താഴെ ഇരിക്കുകയാണ്. പിന്നെ എന്താണ് അയൽവാസി ഇങ്ങനെ ഗസ്റ്റായിട്ട് വന്നപ്പോൾ അങ്ങനെ ഓരോ ചെയർമേൽ ഇരുത്തി.
അപ്പൊ ഇവിടുത്തെ വാല്യൂ ഇതാണ് മരുമക്കൾക്ക്. ഈ വീട്ടിലാണെങ്കിൽ സോഫ വെച്ചിട്ടും കാര്യമില്ല. സോഫ വെച്ചാലും നമുക്ക് താഴെ തന്നെ ഇരിക്കണം മരുമോളായാല്. അപ്പൊ അങ്ങനെയാണ്. വൈകുന്നേരത്തെ രാത്രിത്തെ ഫുഡൊക്കെ ഉണ്ടാക്കി. ഇനി ഇത് ഫാസ്റ്റിങ്ങിന് ഉണ്ടാക്കാണ്. അപ്പൊ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം ഉണ്ടാക്കാണ്ടാവൂല. ഇപ്പൊ നോർത്ത് ഇന്ത്യയിൽ എന്താന്ന് വെച്ചാല് ഇപ്പൊ ഒരു മരുമകൾ അടുക്കളയിലാണെങ്കിൽ മറ്റുള്ളവർക്ക് ധൈര്യം ഉണ്ടാവൂല അടുക്കളയിൽ കയറാന്. പിന്നെ അതേ സ്ഥാനത്ത് മോള അഥവാ അടുക്കളയിലാണെങ്കിൽ അപ്പോ എല്ലാരും A to Z എല്ലാരും അടുക്കളയിൽ ഉണ്ടാവും മോളെ കൂടെ ഹെൽപ്പ് ചെയ്യാന്. അങ്ങനെയാണ് നമ്മൾ നോർത്ത് ഇന്ത്യയിലെ സിറ്റുവേഷന്. ഇനി പിന്നെ ചിലവരെ ഭാഗ്യം അങ്ങനെ ഉണ്ടാവൂല, സ്വന്തം മോളെ പോലെ ആയിരിക്കും. പക്ഷെ കൂടുതൽ ഇതാണ് അവസ്ഥ നമ്മളെ നോർത്ത് ഇന്ത്യയില്. ഞാൻ ഈ നിൽക്കുന്ന ഈ സ്ഥലത്തില് ഫുള്ള് 100% ഇതേപോലെ തന്നെയാണ്. അതാണ് ഞാൻ എൻ്റെ അഭിപ്രായം നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോ ഭക്ഷണം ഉണ്ടാക്കി കഴിച്ച് കഴിഞ്ഞ് ഇനിയിപ്പോ ഇന്ന് നിങ്ങളെ വിളിക്കാൻ മറന്നുപോയി. അപ്പൊ അതുകൊണ്ട് സോറി. ഇനിയിപ്പോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇനി അടുത്ത ഡെയിലി ബ്ലോഗിൽ കാണാം. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക്, ഒരു സബ്സ്ക്രൈബ് എന്തെങ്കിലും ചെയ്യണം. പിന്നെ അഭിപ്രായം എന്തായാലും കമന്റിൽ പറയണം. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോഴേക്ക് ബൈ ബൈ, ടേക്ക് കെയർ.